Let A 1, 2, 3, 4, 5, 6. R be the relation defined by A, B. A and B belong to capital A. അതായത് ഈ സെറ്റ് എയിൽ ബിലോങ് ചെയ്യണം. ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ. അതായത് രണ്ടാമത്തെ നമ്പർ ആദ്യത്തെ നമ്പറുമായിട്ട് എക്സാക്ട്ലി എന്ത് ചെയ്യണം? ഡിവിസിബിൾ ആകണം. ഇത് എഴുതിയിരിക്കുന്ന സെറ്റ് ബിൽഡർ ഹോം. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സെറ്റ് ബിൽഡർ ഫോം. അത് നമ്മളോട് ഏത് ഫോമിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്? റോസ്റ്റർ ഫോമിൽ. ഓക്കെ, ഇതിപ്പോൾ ഓൾറെഡി സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയിരിക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതിലാണ് റോസ്റ്റർ ഫോമിൽ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. റൈറ്റ് ആർ ഇൻ റോസ്റ്റർ ഫോം. ഓക്കെ, അപ്പം റോസ്റ്റർ ഫോമിൽ എഴുതുന്നതിന് വേണ്ടി നമ്മൾ എങ്ങനെയായിരിക്കും? 1, 1 നമുക്കറിയാം. 1 എന്ന് പറയുന്നത് രണ്ടാമത്തെ വാല്യൂ ആദ്യത്തെ നമ്പർ എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്. 1, 2 2/1 പോസിബിൾ ആണ്. 1, 3 എന്തുകൊണ്ടാണ്? 3/1 പോസിബിൾ ആണ്. എന്താണ്? ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ. അടുത്ത 1, 4, 1, 6. അതുപോലെ 2, 2 2, 4 4 ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 2. 2, 6 എന്തുകൊണ്ടാണ്? 6 ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 2. ഇങ്ങനെയുള്ള സെറ്റുകളുടെ ഗ്രൂപ്പിനെ മൊത്തം എഴുതുന്നതിന് പറയുന്ന പേരാണ് എന്ത്? 2, 2 2, 4 2, 6 3, 3 3, 6 4, 4 4, 6 6, 6. ഇങ്ങനെയുള്ള എല്ലായ്പ്പോഴും രണ്ടാമത്തെ വാല്യൂ ഒന്നാമത്തെ വാല്യൂ എക്സാക്ട്ലി ഡിവിസിബിൾ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? റോസ്റ്റർ. നമ്മൾ ഏത് ഫോമിൽ ഉപയോഗിച്ചിരിക്കുന്നത്? റോസ്റ്റർ ഫോം കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നത്? ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കംപ്ലീറ്റ് എലമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് റോസ്റ്റർ ഫോം. അടുത്തതിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കുക. ഇതിന്റെ എല്ലാം സ്റ്റാർട്ടിങ് 1 അല്ലെ 2 അല്ലെ 3. ഒരിക്കലും 4 വരാൻ പറ്റത്തില്ല, കാരണം 6 നോട്ട് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പം ഇതിലെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കും? 1ഉം 2ഉം 3 ആയിരിക്കും ഡൊമൈനിലെ വാല്യൂ. ഓക്കെ, ഡൊമൈൻ ഓഫ് ആർ അപ് ടു 6 വരെ. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? 6/6 പറ്റും. 4 വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എന്തായിരിക്കും? 1 ആ ഒരു രീതിയിൽ. ഇവിടെ 4 വന്നു കഴിഞ്ഞാൽ 4/4 പറ്റും. പിന്നെ 6 വന്നു കഴിഞ്ഞാൽ 6/6 പറ്റുള്ളൂ. അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? 1, 2, 3, 4 1, 2, 3, 4, 6. ഇനി റേഞ്ച് ഏതായിരിക്കും? റേഞ്ചിലെ വാല്യൂ നോക്കാം. 1കളുണ്ട്, 2 റേഞ്ചിലുണ്ട്, 4 റേഞ്ചിലുണ്ട്, 6 റേഞ്ചിലുണ്ട്. അപ്പം എല്ലാ വാല്യൂ. അപ്പം ഇതാണ് റോസ്റ്റർ ഫോം. ആ റോസ്റ്റർ ഫോമിലെ ഡൊമൈന് വരുന്ന വാല്യൂ ഏതാന്ന് നോക്കുക, റേഞ്ച് വരുന്ന വാല്യൂ ഏതാന്ന് നോക്കുക. Let R be the relation Z defined by ZAB, where A, B belong to integer. A minus B is an integer. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട്. എ ബിലോങ് ടു ഇൻറ്റിജർ, എ മൈനസ് ബി ഇൻറ്റിജർ ആകണം. നമുക്കറിയാം ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ഇൻറ്റിജർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ഇൻറ്റിജർ ഈസ് ഓൾവേസ് ഇൻറ്റിജർ. അപ്പം ഡൊമൈൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും. റേഞ്ചും എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഇൻറ്റിജർ തന്നെയായിരിക്കും. ഡൊമൈൻ ഇൻറ്റിജർ ആയിരിക്കും, ഡൊമൈൻ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയിരിക്കും, റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും.